ഞാൻ ബഹ്റൈനിലേക്ക് വരാൻ തിരുവനന്തപുരം എയർപോർട്ടിൽ ഇരുന്ന് കയറുക, ഫോട്ടോ എടുത്തിട്ട് എന്റെ ഫേസ്ബുക്കിൽ ചെയ്യുന്ന അഡ്മിൻ ഫോട്ടോയിലിട്ടു. അപ്പൊ പിന്നെ അതിന്റെ ഉള്ളിലെ കമന്റ്, ഗൾഫിൽ പോകുമ്പോ കോട്ടു സ്യൂട്ട് കാണും. ആകെ മനുഷ്യന് ചിന്ത എന്ന് പറഞ്ഞാൽ മൊയ്ലിയാർ ഇപ്പോഴും കോഴി ഇറക്കാൻ പോണ സൂപത്തില് എവിടെയും പോകാവൂ എന്നൊരു ചിന്തയിലാണ് ഇപ്പൊ മൊയ്ലിയാർ. നമ്മളുടെ പള്ളിയിലെ ഖത്തീബിന് മൊയ്ലിയാർ നമുക്കൊരു വേഷമുണ്ട്, അത് കോഴി ഇറക്കാൻ പോകുന്ന നേരത്തുള്ളൊരു വേഷമാണ് എന്ന് കരുതുന്ന ആളുകളാണ്. വേറൊന്നുമില്ലെന്ന് പറയാൻ. പിന്നെ അതിന്റെ അകത്തെ ഫേസ്ബുക്കിലെ ഫേസ്ബുക്കിലെ ചർച്ചയല്ല, മൊയ്ലിയാർ കോട്ട് സൂട്ടുവാണോ, പിന്നെ പാതിന്റെ അറ്റം താഴെ എവിടെയാ? ഇതൊക്കെയാണ് ആളുകളുടെ ചിന്ത. കൂപ മണ്ഡൂപങ്ങളെ അറിയുമല്ലോ. ആദരവായ റസൂലുള്ളാഹി ഒരൊറ്റ ഹദീസ് ഒന്ന് കേട്ടോളി. ബഹ്റൈനിലാണ് ഏറ്റവും കൂടുതൽ അതിന്റെ ചർച്ച നടക്കണം. ഞാൻ ഇന്ന് എന്റെ ക്ലാരിഫിക്കേഷൻ കൊടുക്കാന്ന് പറഞ്ഞിരുന്നു. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ജറ സൗബഹു ഖുയലാ, ആരെങ്കിലും അഹങ്കാരത്തോടെ അവന്റെ വസ്ത്രം നിര്യാണിയുടെ താര വലിച്ചെറിച്ച് നടന്നാൽ ആ വലിച്ചെറിയുന്ന ഭാഗം നാളെ നരകത്തിലാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് പറയുമ്പോ അബൂബക്കർ റളിയല്ലാഹു തആല സിദ്ദീഖ് ഓടി വന്നു. വിഷയവുമായി ബന്ധപ്പെട്ടത് തന്നെ സിദ്ദീഖ് ഓടി വന്നു. യാ റസൂലല്ലാഹ്, വസ്ത്രം നിര്യാണിയുടെ താഴെ പോയാൽ അത് നരകത്തിലാണെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ നബിയേ. നബിയെ, ശാരീരികപരമായിട്ട് എനിക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ട്. ഞാൻ വസ്ത്രം എത്ര പൊക്കി കൊടുത്താലും കുറച്ച് നടക്കും, അറിയാതെ താഴേക്ക് വരും നബിയെ. ഞാൻ എന്താണ് ചെയ്യുക? ഈ കാരണത്താൽ എന്റെ പാദം നരകത്തിൽ പോകുമോന്ന് ഹബീബായ മുത്തിനോട് ചോദിക്കവേ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടിയുണ്ട്, ഇന്നക ലസ്തമിന ഖുയലാ. അബൂബക്കറേ, നീ അഹങ്കാരിയല്ലല്ലോ. അഹങ്കാരത്തിന്റെ പേരിൽ നീ വലിച്ചടച്ചതല്ലോ. അത് നിന്റെ ശരീര പ്രകൃതി കൊണ്ട് സംഭവിക്കുന്നതല്ലേ എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വസ്ത്രം നിര്യാണിയുടെ താഴെ പോകൽ ഹറാമാണ്. പക്ഷെ ഒരാളുടെ ശരീരപ്രകൃതി മഞ്ചറ സൗബഹു ഖുയല, അഹങ്കാരത്തോടെ മാനപൂർവ്വം ചെയ്താൽ അത് പാപമാണ്. ഒരാളിപ്പോ ഇച്ചിരി കുടവയറുണ്ട്, അത് പള്ള തുറന്നാൽ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അതിന് ആര്യസ്ഥല തോന്നിയാൽ അങ്ങോട്ട് താന്ന് പോകുന്നുണ്ടെങ്കിൽ പോകുന്നില്ല, ഓതണുണ്ട്. അപ്പൊ ആ സാധനം ഇട്ടാൽ കുറച്ച് നടക്കുമ്പോ ഖുയല എന്ന് അഹങ്കാരത്തോടെ മനഃപൂർവ്വം ഒരാളിട്ട് നടന്നാൽ നരകത്തിലാണ്. പക്ഷെ ഒരാളുടെ ശരീരപകുതി അവൻ ഒടുക്കും നിര്യാണിയുടെ മുകളിൽ നടന്നു പോകുന്നല്ലെന്ന് താഴെ പോകും. ഇന്ന കലസ്തമീനൽ ഖുയല എന്ന ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ദിക്റുന്ന സ്മീൻ ചെയ്യേണ്ട സമയത്ത് നമ്മൾ ഇതിനെ ചർച്ചല. നമുക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? അള്ളാഹു നമുക്ക് ചിന്തിക്കാനുള്ള ബോധം നൽകി അനുഗ്രഹിക്കണം. അള്ളാഹു നമുക്ക് ചിന്തിക്കാനുള്ള ബോധം നൽകി അനുഗ്രഹം. അതൊക്കെ അവിടെ ഒറ്റ ഓഫാക്കിയല്ല, ഞാൻ കണ്ടിട്ടല്ലേ നിങ്ങൾ കണ്ടത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഇന്നലെ എയർപോർട്ടിൽ നിന്ന് കയറിയപ്പോ എന്റെ പാൻഡരപ്പം തടയിക്കും. എനിക്കതൊരു പ്രശ്നമുണ്ട്. പിന്നെ ചർച്ച അതിലാണ്. മുരിയാന്റെ പാൻറിന്റെ അറ്റ ജരിയാണിയുടെ കീഴിൽ അവനവന്റെ പെണ്ണുങ്ങൾ നാട്ടിൽ തുണി തന്നെ ഇല്ലാതെ പോവാൻ. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ആരുമില്ല. ഉടുതുണി തന്നെ ഇല്ല. നമ്മൾ അരക്ക് കീപ്പോട്ടെടുത്ത് മുണ്ടെടുത്തിട്ട് മുഖം തുടക്കിയ നമ്മൾ ചെയ്യുന്ന പരിപാടി എന്താ? അരയിൽ കെട്ടിയ മുണ്ടെടുത്തിട്ട് മുഖം തുടച്ചാൽ അവൻ അറിയില്ലല്ലോ അവൻ അരക്ക് കീപ്പോട്ടുള്ള അങ്ങനെ പരിപാടി എന്ന്. നമുക്ക് അതിനെ കുറിച്ച് ചർച്ചയില്ല. അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ. ശുജായി പറഞ്ഞ പോലെ കൂടുതൽ എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. ബുദ്ധി കൂർമ്മതയുള്ളവർക്ക് അല്പമാത്രം പോലെ എന്ന് ശുജായി കൊണ്ട് ചോദിച്ചിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട അപ്പൊ സിദ്ദീഖാൻ നമ്മൾ കാലഘട്ടത്തിന്റെ സിദ്ദീഖായി മാറണം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ആ ചർച്ചയുടെ അടിസ്ഥാനം ഒരു സൈസ് രോഗമാണ്. ആ രോഗം ഹൃദയത്തിന് ബാധിച്ചതാണ്.
ആ ഹൃദയത്തിന്റെ ചൊറിച്ചിലും മാറ്റാൻ കോട്ടക്കലൈക്ക് വാദ്യ ചെയ്ത എണ്ണയ്ക്ക് കഴിയില്ല. അത് മനുഷ്യന്റെ ഹൃദയത്തിന് ബാധിച്ചൊരു അർബുദമാണ്. അതിനെ അല്ലാഹു മാറ്റി തരട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഞാൻ പറയുന്നത് നമ്മുടെ ഉലമാ സമൂഹത്തെ ചില പ്രാദേശിക വികാരത്തിന്റെ പേരിൽ ഏഴോ ഒന്നിന് തളച്ചിട്ടതാണ് ഇസ്ലാമിക സമൂഹത്തിന്റെ മുന്നേറ്റത്തിന് തടസ്സമുണ്ടായത്. അവരുടെ വസ്ത്രം പള്ളിയിലെ മഹലിൽ ഖതീബിനെ പിരിച്ചു കൊടുത്തു എന്ന് പറഞ്ഞ എന്നോട് ഒരാൾ, എന്താ കാര്യം? അയാൾക്ക് വണ്ടി കച്ചവടം ഉണ്ട് അത്ര. ഞാൻ ചോദിച്ചു, എന്താ അയാൾ ഹറാമ് ചെയ്തോ? അതില്ല, അയാൾ കച്ചവടം ചെയ്തിരുന്നതിന്. എന്നാ പിന്നെ അബൂബക്കർ സിദ്ദീഖ് ഏറ്റവും നല്ല കച്ചവടക്കാരനായിരുന്നില്ലേ? ഈ ഖതീബാണ് വെള്ളിയാഴ്ച എപ്പോഴും ഓതുന്നത്, അല്ലാഹുമ്മ അർളന ഖുലഫാഇ റാഷിദീൻ വഅഫ്ദൽ ഉമറാഇ മുർഷിദീൻ അമീറുൽ മുഅ്മിനീൻ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഈ മുഴുവൻ പ്രവാചകൻ അല്ലാഹുവിന്റെ റസൂൽ തന്നെ കച്ചവടക്കാരനായിരുന്നു. അത്താജിർ സർദൂഖ്, സത്യസന്ധനായ കച്ചവടക്കാരൻ. മഅല്ലദീന അന്നമ അല്ലാഹ്. അപ്പൊ പിന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ആകണമെങ്കിൽ അപ്പൊ പിന്നെ നമുക്കത് അംഗീകരിക്കാൻ പറ്റൂല. മുസ്ലിംകാര് മുഴുവനും കോടി അറുക്കാനും പള്ളിയിൽ മാങ്കവിളെടുക്കാനും പുത്തലക്കം മാത്രമേ നിർവഹിക്കപ്പെടാൻ പാടുള്ളൂ എന്ന ഒരു യാഥാസ്ഥിതിക രൂപത്തിന്റെ ഉള്ളിൽ തളച്ചിട്ടതാണ് ഇസ്ലാമിക സമൂഹം ഏറ്റവും പുറകിലോട്ട് പോകാനുള്ള കാരണം. ക്രൈസ്തവ പാതിരിമാരെ നോക്ക്, അവർ അവരുടെ സമൂഹമായിട്ട് ഇടപെടാനുള്ള അവസരം നൽകപ്പെടുന്നുണ്ട്. പക്ഷേ അള്ളാഹു നമുക്ക് ചിന്തിക്കാനുള്ള ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല സിദ്ദീഖുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട